ഹായ്, എല്ലാവർക്കും ക്യാൻവൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്യാൻവ എന്ന് പറയുന്ന ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ക്യാൻവ എന്ന് പറയുന്നത്. പണ്ട് ഒരു കാലത്ത് അഡോബ് മാത്രമായിരുന്നു ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായിട്ടും അഡോബിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ, ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ ഇങ്ങനത്തെ സോഫ്റ്റ്വെയറുകളായിരുന്നു ആളുകൾ കൂടുതലായിട്ടും ഡിസൈനിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടൂൾസായിരുന്നു. പെട്ടെന്ന് എല്ലാവർക്കും പഠിച്ചെടുക്കാനോ അതല്ലെങ്കിൽ ഉപയോഗിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. നല്ല എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ട് വേണമായിരുന്നു നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ ഈ കോംപ്ലക്സിറ്റി കാരണം 2013 ഓസ്ട്രേലിയയിലുള്ള 3 ആളുകൾ ചേർന്നിട്ടാണ് ക്യാൻവ എന്ന് പറയുന്ന പുതിയ എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇപ്പം ഒരുപാട് എഡിറ്റിംഗ് സ്കിൽസ് ഇല്ല, ഒരു ഡിസൈനിങ് നോളജ് ഇല്ല, അല്ലെങ്കിൽ ഒരുപാട് സമയമില്ല, നമുക്ക് പെട്ടെന്നൊരു ഡിസൈൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ക്യാൻവ എന്ന് പറയുന്നത് ഹൈലി റെക്കമെൻഡബിൾ ആണ്. അതുമാത്രമല്ല, നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റോ ഫോട്ടോസും ഗ്രാഫിക്സും മറ്റുമൊക്കെ ഒരുപാട് എലിമെൻറ്റ്സ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് വേണ്ട ഒരു ഡിസൈൻ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ഘട്ടം ഘട്ടമായിട്ട് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് അൺലോക്ക് ചെയ്തിങ്ങനെ പോവാം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻ്റർഫേസും അതിൻ്റെ പ്രധാനപ്പെട്ട നാവിഗേഷൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മളെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. നമ്മൾ മൊബൈലിലോ മറ്റൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ, അല്ലെങ്കിൽ ഇപ്പോൾ സിസ്റ്റത്തിലാണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പ് സ്റ്റോർ എടുക്കുക. അതിൽ പോയിട്ട് ജസ്റ്റ് ക്യാൻവ എന്ന് സെർച്ച് ചെയ്താൽ മതി. നമുക്കത് എന്താക്കാൻ പറ്റും, അതിൽ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ ബ്രൗസറിലാണെങ്കിൽ ജസ്റ്റ് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റത്തെ www.canva.com എന്നുള്ള വെബ്സൈറ്റിനകത്ത് കയറുക. ഇതിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലൊരു ഇൻ്റർഫേസാണ് കാണിക്കുക. കണ്ടിന്യൂ വിത്ത് ആപ്പിൾ, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്, കണ്ടിന്യൂ വിത്ത് ഇമെയിൽ. ഇതിൽ നമുക്ക് എന്തായിട്ട് ഏതെങ്കിലും ഇതിൽ അക്കൗണ്ട് എന്തായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ, ഗൂഗിളിലോ ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നേരെ ഇൻ്റർഫേസിലേക്ക് പോകാതെ ക്യാൻവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിലേക്ക് ഡയറക്റ്റായിട്ട് പോവുകയാണ്. അതാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സൈഡ് മെനുവിൽ നമുക്ക് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. ക്യാൻവയുടെ ഏറ്റവും കീ ഫീച്ചറാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഡിസൈനും സ്ക്രാച്ച് എന്ന് ചെയ്തെടുക്കണ്ട. ഫ്രം സ്ക്രാച്ച് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കണമെന്നില്ല. ഇതുപോലെ കാണുന്ന ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൽ കസ്റ്റമൈസേഷൻസ് വരുത്തിയാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ എടുത്തു, ഇവിടെ ഒരു കസ്റ്റമൈസ് ദിസ് ടെംപ്ലേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഈ കാണുന്നത് മൊത്തം എനിക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈ ടെക്സ്റ്റൊക്കെ മാറ്റിയിട്ട് അവിടെ എനിക്ക് വേണ്ട ടെക്സ്റ്റ് കൊടുത്തിട്ട് ഈവൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പോലും എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ക്യാൻവയിലുണ്ട്. ക്യാൻവൻ്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. നമുക്ക് ഒരുപാട് ഡിസൈൻ സ്കിൽസ് ഉണ്ട്. അപ്പം ഈ മുകളിൽ കാണുന്ന ഒരുപാട് വിഡ്ജറ്റ്സ്, ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ ഒരു പ്രസൻറ്റേഷൻ നമ്മുടെ കാണുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ്, ഒരു PPT പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യണം. അതിന് നല്ല ടെംപ്ലേറ്റ്സ് നമുക്ക് എന്താക്കാൻ പറ്റും, ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്മൾ ഈ പ്രോ എന്ന് കാണുന്നത് നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം നമുക്കില്ല. ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ അടുത്തൊന്നാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. നല്ലൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ്സ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇത് ഒരു ഇൻസ്പിറേഷൻസ് കൂടിയാട്ടോ, നമുക്ക് ഡിസൈൻ ഇൻസ്പിറേഷൻസ് കൂടിയാണ്. ഇവിടെ റെസ്യൂം കാണിച്ച് ചെയ്താൽ ഇപ്പോൾ പോസ്റ്റേഴ്സ്, നല്ല പോസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്രീ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതാ വെഡ്ഡിങ്ങിൻ്റെ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. ഇത് ഡോക്യുമെൻറ്റ്സ്, ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടെംപ്ലേറ്റ് എടുക്കാം. ലോഗോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നല്ല ഇൻസ്പിറേഷൻസും എടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സാണ് കാണിക്കുന്നത്. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻ സ്കില്ലൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ബർത്ത്ഡേ സെർച്ച് ചെയ്യാണ്. ബർത്ത്ഡേ സെർച്ച് ചെയ്യുമ്പോൾ താഴെ ബർത്ത്ഡേ ഇൻവിറ്റേഷൻ എന്നൊക്കെ കാണിക്കുന്ന ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻവിറ്റേഷൻ എന്ന് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഏകദേശം 20,000 ടെംപ്ലേറ്റ്സാണ് അവിടെ കാണിക്കുന്നത്.
അതായത് 20,000-ഓളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 20,000-ഓളം ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഫ്രീ ടെംപ്ലേറ്റ് എടുക്കുക, ഈ കാണുന്നതിന് ഏതെങ്കിലും ഒരു ഫ്രീ ടെംപ്ലേറ്റ് എടുക്കുക, അതിലുള്ള ഫോട്ടോ, നെയിം, ഡേറ്റ് കാര്യങ്ങൾ മാറ്റിയിട്ട് നമ്മളെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അയാളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തത് മാറി. ഇപ്പം ഞാൻ വേറൊരു ഇത് സെർച്ച് ചെയ്തിട്ട് ഇപ്പം വേറെ എന്താ സെർച്ച് ചെയ്യുക, ഒരു സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിൻ പോസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാൻ. ഇതിൻ്റെ ഉപകാരം നമുക്ക് കറക്റ്റ് റേഷ്യോസ് കിട്ടും. ചില സമയത്ത് നമ്മൾ ഡിസൈൻ ചെയ്യും, പക്ഷെ നമ്മളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് ക്രോപ്പ് ചെയ്യേണ്ടി വരും, കറക്റ്റ് ഫിറ്റ് ആയിരിക്കില്ല സൈസ്, ആസ്പെക്ട് റേഷ്യോ. പക്ഷേ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഞാൻ ലിങ്ക്ഡിൻ എടുത്തു. അപ്പോൾ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ആണെങ്കിൽ അത് കറക്റ്റ് റേഷ്യോ ഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതേപോലെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റും സെർച്ച് ചെയ്ത് കൊടുക്കുക, ആ ടെംപ്ലേറ്റിൽ നമുക്ക് വേണ്ട ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ഫിറ്റ് ചെയ്തിട്ട് കിട്ടും. പിന്നെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ്, കാർഡ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ്, സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് ടെംപ്ലേറ്റ്സ് സോഷ്യൽ മീഡിയക്ക് അകത്തുള്ളത്, അതായത് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി ഇപ്പോൾ ടിക്ടോക്ക്, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ, ഇപ്പോൾ ഞാൻ നേരത്തെ സെർച്ച് ചെയ്ത, അതേപോലെ ഫസ്റ്റ് കാണിച്ചത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എല്ലാത്തിൻ്റെയും ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിനൊരുപാട് ഈ ഇൻസ്പിറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് അതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആസ്പെക്ട് റേഷ്യോസും ഉണ്ട്. ഇപ്പോൾ ഈ കാർഡ്സ് ആൻഡ് ഇൻവിറ്റേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ ബിസിനസ് കാർഡ്, ഇൻവിറ്റേഷൻ കാർഡ്സ്, ഇതിനൊക്കെ ഒരുപാട് ഡിസൈൻസ്. നമ്മളൊരു പേടിയും നമുക്ക് വേണ്ട. നമ്മൾ ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്യുക, ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക, ഡിസൈൻ ചെയ്ത് തുടങ്ങുക, അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഒരുപാട് ഡിസൈൻ സ്കില്ലോ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു നോളജ് നമുക്ക് ആവശ്യമില്ല. ഇതേ ടെംപ്ലേറ്റ്സിൻ്റെ അടിയിലുള്ളൊരു ഓപ്ഷനാണ് ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇതിലൊരുപാട് റോ ഫോട്ടോസ് നമുക്ക് കിട്ടും, ഡിസൈൻസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാനതിലൊരു താങ്ക് യു എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് താങ്ക് യു എന്നുള്ള ഫോട്ടോസ് ഒരുപാട് വന്നു. നമുക്കിത് എന്താക്കാൻ പറ്റും, നമ്മുടെ ഡിസൈൻസിന് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പിൻട്രസ്റ്റ് ഒന്നുമാതിരി ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം തിരക്കില്ലാത്ത കുറച്ചൊക്കെ കിട്ടും. പിന്നെ അടുത്താണ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഷേപ്സ്, ഫോംസ്, ഫ്രെയിമുകൾ, ഇല്ലുസ്ട്രേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഞാനിത് ഒരു ഓപ്ഷൻ എടുത്തു, ട്രാവൽ ആൻഡ് ഹോട്ടൽസ് എന്നുള്ളപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഡിസൈൻസിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്താണ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ കണ്ട ടെംപ്ലേറ്റ്സും ഗ്രാഫിക്സൊക്കെ ഓരോ ക്രിയേറ്റേഴ്സ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ നമുക്ക് ഫോളോ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ട്. നമുക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ക്യാൻവൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നത് ക്യാൻവൻ്റെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ക്രിയേറ്റർ സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഇവരെ ഡിസൈൻസ് നമുക്ക് ഇൻസ്പിറേഷൻസ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു സ്റ്റാർഡ് കണ്ടൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കണ്ടൻറ്റ് ഒരു ടെംപ്ലേറ്റ് കണ്ടു അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് കണ്ടു, നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്തൊക്കെ വെക്കുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സേവ് ചെയ്തൊക്കെ വെക്കുന്ന പോലെ സ്റ്റാർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നാൽ നമുക്കത് പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു ഓപ്ഷനിലുള്ളത്. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ഓപ്ഷനാണ് ബ്രാൻഡ് കിറ്റ് എന്ന് പറയുന്നത്. ബ്രാൻഡ് കിറ്റ് നമ്മൾ ഇതിൻ്റെ പ്രീമിയം പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷേ ഞാനൊന്ന് പെട്ടെന്ന് ബ്രാൻഡ് കിറ്റ് എന്താണെന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ലോഗോ അവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ അവരുടെ കളർ പാലറ്റ്, അവർ പ്രത്യേകമായിട്ട് ഡിസൈൻസിൽ യൂസ് ചെയ്യുന്ന അവരുടെ കളറുണ്ട്, ബ്രാൻഡ് കളർ. അതേപോലെ അവരുടെ ഫോൺസ്, അവർ ടൈറ്റിലിന്, സബ് ഹെഡിങ്ങിന്, ഹെഡിങ്സിന്, അങ്ങനെ ഓരോന്നിനും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പോഗ്രഫി അവർക്കുണ്ടാവും, അത് കൊടുക്കാൻ പറ്റും. അതേപോലെ അവർ യൂസ് ചെയ്യുന്ന ഫോട്ടോസ്, ഐക്കൺസ്, ഗ്രാഫിക്സ്, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് 1 ക്ലിക്കിൽ നമുക്ക് നമ്മുടെ ഡിസൈനിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലാത്ത പക്ഷം നമ്മളിത് മാനുവലായിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അടുത്ത ഒരു ഫീച്ചറാണ് ഇതിൽ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്. ഈ മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സൈഡിൽ. അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഡിസൈൻസ് നമുക്ക് ഫോൾഡേഴ്സ് ആക്കി വെക്കാനും മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്ത ഡിസൈൻസ്, അതല്ലെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇവിടെ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ഇത് മൊത്തം ഇങ്ങനെ കാണാൻ പറ്റും. ഇതേ സാധനം തന്നെ മുകളിൽ വന്നാലും കാണാൻ പറ്റും, ഈ 3 ഓപ്ഷൻസ്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഫോൾഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോൾഡർ ഓൾറെഡി ഉണ്ട്, ഞാൻ ക്ലയൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാൻ അവിടെ ആഡ് ന്യൂ എന്ന് കൊടുത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു നെയിം ഇട്ട് കൊടുത്താൽ മതി അതിന്. അപ്പോൾ ഫാമിലിന്ന് കൊടുത്തിട്ട് അവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഫാമിലികൾ ക്രിയേറ്റ് ആയി. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക. അവിടെ അതിൽ ഡിസൈൻസ് ഒന്നും ഓൾറെഡി ഇല്ല. നമുക്ക് എന്താക്കാം, നമ്മൾ പ്രീവിയസ്ലി ചെയ്ത് വെച്ച ഒരു ഡിസൈൻ ആണെങ്കിൽ ഇവിടെ ആഡ് ഡിസൈൻ അടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡേഴ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട്സിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ മുന്നേ ചെയ്ത് വെച്ച പ്രൊജക്റ്റൊക്കെ നാവിഗേറ്റ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ ഒരുപാട് റിസ്ക് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡേഴ്സ് ചെയ്ത് വെച്ചാൽ കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് പല രീതിയിലും
സോർട്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ് വൈസും ഒക്കെ ആയിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പല രീതിയിലും ഡേറ്റ് വൈസ് പിന്നെ കാറ്റഗറി വൈസ് നമ്മൾ ചൂസ് ചെയ്ത ടെംപ്ലേറ്റിൻ്റെ വൈസിൽ നമുക്ക് ഡിസൈൻസിന് എന്താക്കാൻ പറ്റും, അവിടെ സോർട്ട് ചെയ്തിട്ട് പഴയ ഡിസൈൻസൊക്കെ നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഒരു ഫീച്ചറാണ് ആപ്ലിക്കേഷൻസ് എന്നുള്ളത്. ക്യാൻവ ഒരുപാട് ആപ്ലിക്കേഷൻസ് അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ നമുക്ക് തരുന്നുണ്ട് നമ്മൾ ഡിസൈൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്യുന്ന സമയത്ത് പ്രാക്ടിക്കലായിട്ട് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് ആപ്ലിക്കേഷൻസിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുതരാം. ഈ ഒരു ആപ്ലിക്കേഷൻസ് എന്നുള്ള ചിഹ്നം നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവിടെ സൈഡിലുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ പ്രീമിയം ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഫ്രീ വേർഷനിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. അതിൽ പലതും നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഡിസൈൻസിന് വേണ്ടിയിട്ട്. അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഇനി വേറെ ഒരു AI ടൂളാണ് ഇതിലുള്ള ഡ്രീം ലാബ് എന്ന് പറയുന്നത്. ക്യാൻവ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു AI ടൂളാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പ്രോംപ്റ്റ് കൊടുത്തിട്ട്. അതേപോലെ തന്നെ ഇമേജ് അതിലേക്ക് റെഫറൻസ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഇമേജിന് റെഫറൻസ് ആയിട്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. പിന്നെ അതേപോലെ ഒരുപാട് സ്റ്റൈൽസ്, ഒരുപാട് സ്കെച്ചുകൾ അതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഏതും ചൂസ് ചെയ്തിട്ട് നമ്മളുടെ ഇമേജിൻ്റെ സ്റ്റൈൽ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോസ്, ഈ പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ് എന്നുള്ള മോഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 20 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ എനിക്ക് 15 ആണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത ഇമേജൊക്കെ താഴെ ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഒരു കാര്യം, ഞാനിപ്പോഴാണ് മെയിൻ മെനുവിലേക്ക് വരുന്നത്. ഇതിന് മുന്നിലൊക്കെ കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയതുകൊണ്ട് അത് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞത്. മെയിൻ മെനുവിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു ബാനറും കുറച്ച് മെനൂസും വിഡ്ജറ്റ്സൊക്കെ കാണാൻ പറ്റും. അതിൽ കാണിച്ചൊക്കെ അവരുടെ AI ഫീച്ചേഴ്സും മറ്റുമൊക്കെയാണ്. വിഡ്ജറ്റിൽ അവരുടെ പുതിയ അപ്ഡേഷൻസ്, ഇവൻറ്റ്സൊക്കെ അവരിങ്ങനെ ഹൈലൈറ്റ് ചെയ്തു. ഇപ്പോൾ അവരൊരു April 10th അവരൊരു ഇവൻറ്റ് വരാനുണ്ട്. അതാണ് അവരിങ്ങനെ അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അവർ ബിഗ്ഗസ്റ്റ് ലോഞ്ച് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഇപ്പം കുറച്ച് മുന്നേ ഒരു ഒക്ടോബർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു അപ്ഡേറ്റിൻ്റെ ഇതൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ താഴെ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ടെംപ്ലേറ്റ്സിൻ്റെ കാര്യം തന്നെയാണ്. അതിൽ ഡോക്യുമെൻറ്റ്, വൈറ്റ് ബോർഡ്, ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കസ്റ്റമായിട്ട് നമുക്കൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് കസ്റ്റം സൈസിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട്. ആ അപ്ലോഡ് എന്ന് കാണിക്കുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഡിസൈൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാനുള്ളൊരു ഓപ്ഷനാണ്. താഴെ കാണിക്കുന്നത് 4 അതിൻ്റെ AI ഫീച്ചേഴ്സിൻ്റെ ഒരു വിഡ്ജറ്റാണ്. പിന്നെ കാണിക്കുന്നത് ഈ വാട്ട്സ് ന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു 4 പോപ്പപ്പുകൾ എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ ഏപ്രിൽ മന്താണ്. അപ്പോൾ ഏപ്രിൽ മന്തിൽ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ, ഈസ്റ്റർ, അതേപോലെ അംബേദ്കർ ജയന്തി, ഇതിലൊക്കെ ഒരു പോസ്റ്റർ ഒരാൾക്ക് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർ എടുത്ത് കാണിച്ചു തരുന്നതാണ് നമുക്ക്. അപ്പം ഒരാൾക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്, പക്ഷേ അയാൾക്ക് ഡിസൈനിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട. ഈ ഒരു ഈസ്റ്ററിൻ്റെ ഇതിലിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ആ ടെംപ്ലേറ്റിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പോൾ അവിടെ കാണാൻ പറ്റിയ ഏകദേശം 13,000-ലധികം ടെംപ്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. താഴേക്ക് വരിക, ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് എടുക്കുക, അതിൽ കസ്റ്റമൈസേഷൻ വരുത്തുക, ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഏത് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളതും അതിന് എത്ര ക്വാളിറ്റി വേണമെന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഫ്രീ വേർഷനിൽ തന്നെ പറ്റും. നമുക്ക് പ്രീമിയം എടുക്കുക എന്നുള്ളത് വളരെ അത്ര നിർബന്ധമുള്ളൊരു കാര്യമല്ല. കുറച്ച് AI ഫീച്ചേഴ്സും മറ്റൊക്കെ അതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ അതില്ലെങ്കിൽ പോലും നമുക്കതിനെ ഓവർകം ചെയ്യാനുള്ള മറ്റ് വഴികളുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഡിസൈൻ ചെയ്ത് തന്നെ തുടങ്ങാം. അതിൽ നമുക്ക് ഇന്ന് നമ്മൾ കാണിച്ച പല ഫീച്ചേഴ്സും അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതും നമുക്ക് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങാം.